നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെ വീണ്ടും ആക്രമണം കടുപ്പിച്ച US. പശ്ചിമേഷ്യയിലുടനീളം 20-ലധികം യുദ്ധക്കപ്പലുകളും നൂറുകണക്കിന് സൈനിക വിമാനങ്ങളും വിന്യസിച്ചതായി US സൈനികം അറിയിച്ചു. ഇതിനിടെ ബന്ദർ അബ്ബാസിയയിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായും ഹോർമൂസ് പ്രവിശ്യയിൽ മിസൈൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ പരമാധികാരം വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ കുവൈത്തിലെ US താവളത്തിലും ബഹ്റൈനിലും ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. മാത്രമല്ല, സംഘർഷം അടിയന്തരമായി അവസാനിപ്പിക്കണം ഇറാനോട് കടുപ്പിച്ച ഇന്ത്യ. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. 3 പേരെ കാണാതായിട്ടുണ്ട്. ഇറാൻ US സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28 മുതലുള്ള കണക്കാണ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം ഹോർമൂസിലൂടെ കടന്നു പോവുകയായിരുന്ന UAE ടാങ്കറിന് നേരെയുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ കപ്പലുകളിലായി 148 ഇന്ത്യക്കാരുണ്ടെന്നാണ് സൂചന. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യക്കാർ ജീവനക്കാരായുള്ള വിദേശ കപ്പലുകളും സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ ഇന്ത്യൻ ഇറാനെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാന്റെ സിരിക്, കിഴക്കൻ ഹോർമോസ് ഖാൻ, അതുപോലെ തന്നെ ബോംപൂർ, ചമ്പഹാർ, ബന്ദർ അബ്ബാസ്, ഔഹ്വാസ്, ഖേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായി. തുടർന്ന് ജോർദാനിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ തിരിച്ചടിച്ചു. ഹോർമൂസിലും ആക്രമണം തുടരുകയാണ്. 2 UAE സൂപ്പർ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു. 2 അംഗങ്ങളും ആക്രമിക്കപ്പെട്ടു. നിരവധി സെയിലർമാരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസിലെ കപ്പൽ ആക്രമണങ്ങളെ അപലപിച്ച് അന്താരാഷ്ട്ര സമുദ്ര സംഘടന രംഗത്തെത്തി. നിലവിലെ ആക്രമണങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അസന്തുഷ്ടത തുടരുകയാണ്. ബഹ്റൈൻ തലസ്ഥാനത്തെയും ഷെയ്ഖ് ഇസ എയർബേസിലെയും അമേരിക്കയുടെ നാവിക കേന്ദ്രം തകർത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈനിൽ നിരന്തരം സൈറൺ മുഴങ്ങുകയാണ്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുന്നതായി കുവൈത്ത് അറിയിച്ചു. ഇറാൻ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്നും കുവൈത്ത് അറിയിച്ചു. അതേസമയം ഇറാനെതിരെ ആക്രമണം തുടരുമെന്ന നിലപാടിലാണ് ട്രംപ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകും വരെ ആക്രമണം തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. അടുത്തയാഴ്ച അവർക്ക് ദയനീയമായിരിക്കും. ഞങ്ങൾ അവരുടെ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളെയും ലക്ഷ്യം വെക്കും. അവർ ചർച്ചകളിലേക്ക് വരാനും ഒത്തുതീർപ്പിൽ എത്താനും തയ്യാറായില്ലെങ്കിൽ എല്ലാം തകർത്തു തരിപ്പണമാക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയതു മുതൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഈ മാസം 12-ന് GFS ഗാസലക്സിലെ മിസൈൽ ആക്രമണത്തിൽ കാണാതായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. പൂനെ സ്വദേശി ഹേരബ് കർമർക്കറാണ് കൊല്ലപ്പെട്ടത്. നാവികരെ നിരീക്ഷിക്കാൻ പ്രത്യേക ഓപ്പറേഷൻ ഡാഷ്ബോർഡ് ആരംഭിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഏത് രാജ്യത്തിന്റെ കപ്പലായാലും ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇനി തത്സമയം ഡാഷ്ബോർഡിൽ ലഭിക്കും. അപകടത്തിൽപ്പെടുന്ന നാവികരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഇനി മുതൽ പ്രത്യേക ലൈസൺ ഓഫീസർമാരെ നിയോഗിക്കുമെന്നും തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അന്തർ മന്ത്രാലയ യോഗത്തിലാണ് തീരുമാനം. അതേസമയം സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തി മേഖലകളെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി തടഞ്ഞു. രാജ്യത്തിന്റെ ദക്ഷിണ മേഖലയ്ക്ക് നേരെ ഭീകര സംഘടനയായ ഹൂതി മിലീഷ്യകൾ ഉയർത്തിയ മിസൈൽ ഭീഷണിയെ പ്രതിരോധ സേന സംയോജിതമായി നേരിട്ടതായാണ് സൗദി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടുണ്ട്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെ ആകാശത്ത് വെച്ച് തകർക്കുകയായിരുന്നു. ഹൂതികളുടെ ആക്രമണ നീക്കത്തെ വ്യോമ പ്രതിരോധ സേന ശക്തമായി പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സൗദി അറേബ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സദാ സജ്ജമാണെന്നും മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം മിസൈൽ ആക്രമണ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അബഹ, നജ്റാൻ, ജീസാൻ എന്നീ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അതേസമയം ഒരാൾ നിന്നെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ നീ നേരത്തെ ഉണർന്ന് അയാളെ കൊന്നേക്കുക. ജൂതരുടെ താൽമഡ് അനുശാസനത്തിൽ പറയുന്ന കാര്യമാണിത്. മൊസാദ് എന്ന മൊസാദ് ലെ മോഡിൽ ലെ തഫ്കിദി
മെഹോഅദി എന്ന പൂർണ്ണ പേരുള്ള ഇസ്രായേൽ ചാര സംഘടനയുടെ ഒരു ആസ്പദ വാക്യം അത് തന്നെയാണ് എന്നാണ് എതിരാളികൾ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇത്തരം സംഘർഷത്തിനിടയിലും ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ ചില പ്രവർത്തനങ്ങളും മൊസാദും ഒക്കെ തന്നെ ചർച്ചകളിൽ വരികയാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്നവരാണ് മൊസാദ്. ഒരാൾ ഇസ്രായേലിനെ തീർക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവരെ മൊസാദ് കാച്ചിരിക്കും. വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ്, ആയുധധാരികളായ ഡ്രോണുകൾ, പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ, റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ, ഇങ്ങനെ വല്ലഭന പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ എന്തും മൊസാദിന് ആയുധമാണ്. അതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം എന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഒരു ചാര സംഘടനയ്ക്കുമില്ലാത്ത സ്പൈ നെറ്റ്വർക്കാണ് മൊസാദിന്റെ കരുത്ത്. മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയബന്ധങ്ങൾ അന്വേഷിച്ച് ഭീഷണിപ്പെടുത്തുക തൊട്ട് ഹണി ട്രാപ്പ് വരെ അവരുടെ രീതികളാണ്. ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ ഇസ്രയേലിന്റെ ചാര സംഘടനയായ മൊസാദ് അതിശക്തമായ ചാര ശൃംഖല കെട്ടിപ്പടുത്തിയിട്ടുണ്ടെന്ന് അൽ ജസീറയടക്കമുള്ള മാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇറാനിൽ തമ്പടിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ഈ രഹസ്യ സൈന്യം സൈനിക കേന്ദ്രങ്ങളിലും ആണവ പദ്ധതികളിലും വരെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർ വരെ സമ്മതിച്ചതാണ്. അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി മൊസാദ് കൂറുമാറ്റിയിട്ടുണ്ട്. ഇറാനിൽ കടന്നുകയറിയ അമേരിക്കയും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയിലെ വധിച്ചതും മകൻ മുസ്തബയെ ഈ മിത്രപ്രായനാക്കിയതുമെല്ലാം ഒരു വലിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴും അജ്ഞാതനായ ഒരു ഉന്നത ചാരൻ ഇറാൻ നേതൃത്വത്തിലുണ്ട് എന്നാണ് അറിയുന്നത്. അതിനായുള്ള ആഭ്യന്തര അന്വേഷണം ഇറാൻ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടി. ഖമനയുടെ സന്തത സഹചാരിയായ മിലിറ്ററി കമാൻഡർ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനി ആയിരുന്നു ആ ചാരൻ. ഇപ്പോൾ മറ്റൊരു മൊസാദ് ചാരന്റെ പേരുകേട്ട് ലോകം ഞെട്ടുകയാണ്. അതാണ് അഹമ്മദി നെജാദ്, മുൻ ഇറാൻ പ്രസിഡന്റ്. ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയെന്ന വിവരത്തെ തുടർന്ന് നെജാദിനെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വീട്ടുതടങ്കലിലാക്കിയതായി റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് ആണ് ഇന്റലിജൻസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ച ഈ വാർത്ത പുറത്തുവിട്ടത്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അഹമ്മദി നെജാദിനെ പുതിയ നേതാവായി പ്രതിഷ്ഠിക്കാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ദീർഘകാലമായി പദ്ധതി ഇട്ടിരുന്നതായാണ് വെളിപ്പെടുത്തൽ. കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി കേരളത്തിലടക്കം ഹീറോയായ നേതാവാണ് നെജാദി. എന്തായാലും നെജാദിയും ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്.